അപ്പം ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സമയമെടുക്കുന്നില്ല, കുറച്ച് ശബ്ദങ്ങൾ ചെയ്യാം. ഇഷ്ടമാണോ മൃഗങ്ങളുടെയും കിളികളുടെയൊക്കെ ശബ്ദം? ഇഷ്ടമാണോ? ഒരു കൈയ്യടി തന്നെ, ഒരു കൈയ്യടി. കഴിക്കും എല്ലാവരും ഒന്ന് ഉണരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് കിളികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾപ്പിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഗസ് ചെയ്തെടുക്കാം. തുടങ്ങാം. ഓക്കെ. ഇനി നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് അറിയാവുന്ന ഒന്ന് രണ്ട് നടന്മാരെ ഞാൻ കേൾപ്പിക്കാം. പിന്നെ ഒരു ചെറിയ പാട്ടും പാടി കുഞ്ഞു കവിതയുടെ രണ്ടുപേരും പാടി നിർത്താം. അപ്പം എനിക്കറിയാവുന്ന നടന്മാരാണ്. ആദ്യം കഥ തിരക്കഥ സംഭാഷണം ഈ ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സംഭാഷണം മൈക്ക് എങ്ങനെ വെക്കാം. ഓക്കെ, മതി. താങ്ക് യു. മതി. താങ്ക് യു. ഒത്തിരി സമയമില്ല, സോറി കേട്ടോ, കുഞ്ഞുങ്ങളെല്ലാം വിഷമിച്ചിരിക്കുക. അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ. എടാ, എനിക്ക് തൃപ്തിയാണ് കൂടാ. എടാ, എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ മനസ്സിൻ്റെ ഗൺ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുടെ കൂട്ടാ. എടാ, എനിക്ക് സിനിമയില്ല, എനിക്ക് സീരിയലില്ല, എനിക്കൊന്നുമില്ല. എല്ലാവരും എന്നെ മാതൃക്കൂട്ട. ഞാൻ പോയിട്ട് ഇനി വരത്തില്ല. എൻ്റെ അമ്മയാണ് സത്യം. എടാ, ഇനി നടന് നമ്മുടെ കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ സ്വഭാവ നടനാണ് ബാബു നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാം. സത്യത്തിൽ ഇവിടെ വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. ഞാൻ മറ്റൊന്നുകൊണ്ട് പറയല്ല, എൻ്റെ മോള് പഠിക്കാൻ പഠിക്കുക. അവളെ ആരിലേക്ക് ഒന്ന് സഹായിച്ചാൽ എൻ്റെ മോളെ രക്ഷപ്പെടും. ഒരു അച്ഛൻ്റെ വേദനയാണ് ഈ പറയുന്നത്. രാഘവപിള്ളേ, ഞാൻ കവലെ കാണും, നമുക്കപ്പോ അവിടെ വെച്ച് കാണാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇനി വരുന്നത് കുറേ പഴയ നടനാണ്. ഞങ്ങൾ മിമിക്രിക്കാരെ കുറച്ച് കളിയാക്കിയതല്ല, അദ്ദേഹത്തെ കുറച്ച് വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സത്യൻ മാഷാണ് കേട്ടോ. സത്യൻ മാഷിൻ്റെ സംഭാഷണം നമുക്ക് കേൾക്കാം.
അമ്മേ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 8 വർഷം. അതമ്മേ, 8 വർഷമായി. ഇത്രയും കാലമായിട്ടും എനിക്കൊരു കുഞ്ഞക്കാല് കാണാനുള്ള ഭാഗ്യം ഇല്ലമ്മേ ഉണ്ടായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു തീർത്ഥാടനത്തിന് പോയത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിറ്റം നിറയെ കുട്ടികൾ. ശാന്ത തെറ്റുകാരിയാണോ അമ്മേ? ആണോ? അല്ല, അവളെ നല്ലവളം മച്ചി, വളരെ വളരെ നല്ലവളം. അപ്പം ഞാൻ ഒരു പാട്ട് പാടാൻ സമയം തരാമോ? കുഴപ്പമില്ലല്ലേ? ആരും ഒന്നും പറയുന്നല്ലോ, പാടിക്കോട്ടെ. കുടി വരച്ചാലും കുരിച്ചു വരച്ചാലും കുമ്പിട്ട് നമസ്കരിച്ചാലും. കോഴിക്കോട് പേരാമ്പ്ര എന്ന പ്രദേശത്തുള്ള ഒരു വത്സൻ എന്ന് പറഞ്ഞ ചേട്ടൻ മദ്യപാനിയാണ്, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. അദ്ദേഹം എഴുതിയ കവിത. പക്ഷേ ഇത് കേരളം എന്നല്ല, ലോകം മൊത്തം വൈറലായി. അതിൻ്റെ വരികൾ, അതിൽ ചില വരികൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടും. അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് ഈ കവിത ഞാൻ ഇടയ്ക്ക് ചൊല്ലാറുണ്ട്. 4 വരിയുണ്ട്. ഇതൊന്ന് പാടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. കുട്ടികളുടെ പരിപാടികൾ തുടങ്ങാറുണ്ട്. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആസ്വദിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ 6 ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു ഞാൻ, സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുഷ്യനും ഓരോ ദിനമുണ്ടാറടി മണ്ണിനു ജന്മികൾ നമ്മൾ. എന്തിനു ജന്മം, എന്തിനു ജീവിതം, എന്തിനു നാം വൃഥാ. അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാടുന്നു. ഇന്നലെ നമ്മൾ കണ്ടുപിരിഞ്ഞവർ എങ്ങോ മറയുമ്പോൾ, കാലം കാക്കും ജാലമതിൽ നാം മണ്ണായി മാറുന്നു. സുഹൃത്തെ വെറും മണ്ണായി മാറുന്നു. ബന്ധം ബന്ധനമായി മാറും സൗഹൃദമാണിവിടെ. ധനവും ധാന്യവും ഇല്ലാണ്ടായാൽ സഹചരുമിവിടെ. ഇന്നലെ നമ്മൾ കണ്ടുപിരിഞ്ഞവർ അവരെങ്ങോ മറയുമ്പോൾ, കാലം കാക്കും ജാലമതിൽ നാം, കാലം കാക്കും ജാലമതിൽ നാം മണ്ണായി മാറുന്നു. നമ്മൾ വെറും മണ്ണായി മാറുന്നു. നന്നായി ജീവിക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം സ്നേഹിക്കുക, നമ്മളെ ഉണ്ടാവുന്ന സഹായങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുക. ഈ ഭൂമി വിട്ടുപോകുമ്പോൾ നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി മാറണം. അതിലേക്ക് ജഗദീശന്റെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ ചടങ്ങിൽ വിളിച്ചു വരുത്തിയ ഈ സ്കൂൾ അധികൃതർക്കും മാനേജ്മെന്റിനും പ്രിയപ്പെട്ട വിരമിക്കുന്ന ടീച്ചർ ഐസി ടീച്ചർക്കും ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കലാപരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ആശംസകൾ നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യമായിരിക്കാൻ എല്ലാവിധ പ്രാർത്ഥന നേരുന്നു. അതുപോലെ തന്നെ ടീച്ചറിൻ്റെയും കുടുംബത്തിനും എൻ്റെയും കുടുംബത്തിൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ നേരുന്നു. ആയുരാരോഗ്യമായിരിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ കൂടെ 1-2 പേരുമായിട്ട് വന്ന് ചെറിയ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഞാൻ ആടുത്രി എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വാഴ എന്ന സിനിമയിലുണ്ട്. അരൂപി എന്നൊരു പടം ഉടനെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം കോമഡി പരിപാടികൾ ആളിയൻസ് എന്ന ഇതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. തമ്മാനൂർ തമ്പി എന്ന് പറഞ്ഞ് പരിപാടികളെ കണ്ട് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ അനുഗ്രഹിക്കണം. ഇപ്പോഴും മിമിക്രിയും പറഞ്ഞ് ഒന്നും വാങ്ങാതെ നടക്കുന്ന ഒരു പാവം കലാകാരനാണ്. എല്ലാവരും അനുഗ്രഹം ഉണ്ടാകണം. എല്ലാവർക്കും നമ്മൾ തരുന്ന സ്നേഹത്തോടെ കണ്ണൻ സാർ ബൈ.
നന്ദി കമൻസ്. കൃതജ്ഞത അറിയിക്കുന്നതിനായി സുരഭി അജിയെ ക്ഷണിക്കുന്നു. സമയപരിമിതി മൂലം ഏറ്റവും ചുരുക്കം ചില വാക്കുകളിൽ കൃതജ്ഞത അറിയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായിട്ട് എല്ലാവരും ക്ഷമിക്കണം, സമയം ഒരുപാട് കഴിഞ്ഞു പോയി. കുട്ടികളെല്ലാം വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. പരിപാടി തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആരുടെയും പേരെടുത്ത് പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ ഈ ആനിവേഴ്സറിക്ക് പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും PTA പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി സുരഭി അജി. ഇനി നമ്മളേവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കുട്ടികളുടെ കലാപരിപാടികളാണ്.